ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ തവണ ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രോ എടുക്കും, പക്ഷേ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിവേ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞാനിന്ന് ഓഫീസിൽ നിന്നും നമ്മുടെ കുമരകം KTDCയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നല്ല കുറേ കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോടത്ത് നിന്ന് ചെറിയൊരു വ്ളോഗ് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് എങ്ങനെ ആയിത്തീരും എന്നൊന്നും ഐഡിയ ഇല്ല. പിന്നെ പോണ വഴിയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 2 വീലറിനാണ് പോകുന്നത്. അതുകൊണ്ട് ഇൻട്രോ ഞാൻ ഇവിടെ എടുത്തിട്ട് പിന്നെ ഞാൻ ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് പോകുന്ന ബാക്കി വീഡിയോസ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അങ്ങനെ ഞാൻ എന്താ വൈക്കത്തെത്തി. ജങ്കാറിലാണ് അക്കരെ പോകുന്നത്, കായലാണല്ലോ. സോ ജങ്കാറിൽ കയറിയിട്ടുള്ള വ്യൂ ആണിത്. ഈ കാണുന്നത് നമ്മുടെ വൈക്കം ലേക്ക് ബീച്ചാണ്. ഇവിടെ തൊട്ട് അങ്ങ് അറ്റം വരേണ്ടത് എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ജങ്കാറിൽ വണ്ടിയൊക്കെ കയറ്റി ഞാനങ്ങനെ അതെ ഓഫീസിലെത്തി. ഇതാണ് ചേർത്തല ഇൻഫോ പാർക്ക്. അപ്പോൾ ഇവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ട് അധികം വണ്ടിയൊന്നുമില്ല. ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് വണ്ടികളൊക്കെ. ഫൈനലി അങ്ങനെ ഓഫീസ് എത്തി ഗൈസ്. ഇതാണ് എൻ്റെ ഓഫീസ്. ഇത് ഓൾറെഡി ഞാനൊരു കല്യാണ ബ്ലോഗിലിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. മാച്ചിങ് കിട്ടി, ഇയറിങ്സ് ആൻഡ് നെക്ലസും കിട്ടി. സോ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഒരു ട്രാവലറിനാണ് പോണത്. എല്ലാവരും ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഏറ്റവും ബാക്ക് സീറ്റാണ് ഗൈസ് കിട്ടിയത്. കൊണ്ട് ഒരു രസം ഉണ്ടായില്ല ഇരിക്കാനായിട്ട്, ഭയങ്കര കുടുക്കായിരുന്നു. എന്നാലും എല്ലാവരും കൂടി രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ബണ്ടെത്തി, തണ്ണീർമുക്കം ബണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒക്കെ അറിയാമല്ലോ ബണ്ട്. സോ ഇതാണ് തണ്ണീർമുക്കം ബണ്ട്. ഇതിലേ ആയിരുന്നു അങ്ങോട്ടേക്ക് പോവേണ്ടത്. കുമരകം നമ്മുടെ ബേർഡ് സാങ്ച്വറി എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, പക്ഷി സങ്കേതം. സോ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ KTDC വരുന്നത്. അപ്പം ബേർഡ് സാങ്ച്വറി പോകണം എന്നുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 100 രൂപ ടിക്കറ്റ് പെർ ഒരാൾക്കാണ് 100 വരുന്നത്, എടുക്കാവുന്നതാണ്. സോ ഞങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. എൻ്റെ പൊന്നേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നോക്കിയേ എന്ത് രസമാണ് കാണാനായിട്ട്. ഫുൾ ഗ്രീനറി ആൻഡ് ഈ കാണുന്ന ഇങ്ങനെ കോട്ടേജസ് പോലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ബട്ട് അടിപൊളി പ്ലേസ് ആണ്. ഇപ്പം എന്താണ് ഒരു ഹണിമൂണിനൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കായൽ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ കാണാനായിട്ടൊക്കെ നല്ല രസമാണ്. ഇവിടുത്തെ ഫുൾ സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നൊരു സ്പോട്ടെന്ന് പറയണത്. സോ നമ്മുടെ ടേബിൾ ഇതാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും ഡിഫറെൻറ്റ് ഐറ്റംസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കാണെങ്കിലും എല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ, ഓരോരുത്തരായിട്ട് ഷെയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഓർഡർ ചെയ്തിരിക്കുകയാണ്. വിശന്നിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു. കുറച്ച് നേരമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരണം, ഒരുപാട് ഇത്രയും പേരുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അപ്പോൾ ഈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. കാരണം എനിക്കിത് ഭയങ്കര കയ്പ്പാണ് ഫീൽ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പവും വറുത്തരച്ച കോഴിക്കറിയാണ്. അപ്പോൾ എൻ്റെ വറുത്തരച്ച കോഴിക്കറി എത്തിയിട്ടുണ്ട്, അപ്പം എത്തിയിട്ടില്ല. ഇത് വന്നിട്ട് ഡൈസ്ഡ് ചിക്കൻ വിത്ത് പെപ്പറാണ്. പിന്നെ ഈ സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ചപ്പാത്തി അല്ല, പൊറോട്ടയല്ല, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. ഇതിനത് പേരുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഫുഡൊക്കെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു, ഒന്നും പറയില്ല. സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ ഫുഡും ഒക്കെ ട്രൈ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് പ്ലേറ്റ് നോക്കിയാൽ തന്നെ കാണാം, ബിരിയാണി ഉണ്ട് അതിൻ്റെ അകത്ത്, അപ്പം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരുവമായി ഗൈസ്, വയറ് ഫുള്ളായി. ഇനിയിപ്പം ഞാൻ നിങ്ങളെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം.
എടുക്കാനൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ചില്ലടിക്കാനായിട്ട് ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും നല്ല ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പം പിന്നെ ഞാനിവിടെ വ്ളോഗ് ചെയ്യുവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.